الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ, ഉമറാക്കളെ, സ്നേഹിതകളായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, രക്തബന്ധങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അല്ലാഹു അവരെയും നമ്മയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിലെ പ്രഭാഷണത്തിലൊക്കെ നമ്മൾ സൂചിപ്പിച്ച ആയത്ത് ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ അക്രമങ്ങളും അനീതിയും തെറ്റുകളൊക്കെ മനുഷ്യൻ വർദ്ധിപ്പിക്കുമ്പോ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന തിന്മ കണക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ലഹറൽ ഫസാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം മഴയില്ലാതെയാവുക എന്നുള്ളത്. അല്ലാഹുവിന്റെ നിഅമത്താണ് വെള്ളം, മത്തർ. ആ അനുഗ്രഹത്തെ റബ്ബ് തടയുക. നമ്മളൊക്കെ വേണ്ടുവോളം അനുഭവിച്ചു. നമ്മളെക്കാൾ പല പരിസര പ്രദേശങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പ്രയാസപ്പെട്ടു. ചൂടിന്റെ അസഖ്യമായ അവസ്ഥ പിഞ്ചു കുഞ്ഞുങ്ങളെ, വയോവൃദ്ധരൊക്കെ ബുദ്ധിമുട്ടാക്കി. എല്ലാവരും റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് എല്ലാ പള്ളികളിലും മഹല്ലുകളിലും വെള്ളിയാഴ്ച ഖുതുബകളിലൊക്കെയും തന്നെ പ്രത്യേകം പണ്ഡിതന്മാര് ദുആ ചെയ്തു. ദുആ ചെയ്യാൻ ആഹ്വാനങ്ങള് മഹാനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പോലുള്ള പണ്ഡിത സഭകൾ മുഴുവനും അതിനു വേണ്ടി ആഹ്വാനം ചെയ്തു. എല്ലാരും ദുആ ചെയ്തു. പടച്ച റബ്ബിനോട് ദുആർന്നു. ആ ദുആയുടെ ഫലമായി മഴ പെയ്തു. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ ഇന്നലൊക്കെ നമ്മുടെ അവിടെയൊക്കെ നല്ല മഴ രാത്രിയൊക്കെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ ചൂടാണ് പോയപ്പോ എല്ലാവർക്കും ഒരു സന്തോഷം, ഒരു റാഹത്ത്. രാവിലെ കുളിക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ നല്ല തണുപ്പാണ്. അപ്പൊ നമ്മള് റബ്ബിലേക്ക് ശുക്ർ ചെയ്ത്, അല്ലാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് യജമാനനായ റബ്ബാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മള് നിഅമത്തിന് ശുക്ർ ചെയ്ത റബ്ബിനോട് ദുആർക്കുക. നിങ്ങൾ നന്ദിയുള്ളവരായാൽ, റബ്ബിലേക്ക് നിങ്ങൾ നന്ദി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് പടച്ച തമ്പുരാൻ അത് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവിന്റെ നിഅമത്തിന് അല്ലാഹുക്ക് നമ്മൾ ശുക്ർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പടച്ച റബ്ബ് നിങ്ങൾക്ക് അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ നിഅമത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മൾ മനസ്സിലാക്കണം. അനുഗ്രഹം ആ ചൂടുകൾ കൂടി വളരെ പ്രയാസപ്പെട്ടപ്പോഴാണ് മഴയില്ലാത്ത വിഷമം നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റേത് മഴ പെയ്യുന്നത് സാധാ സമയത്ത് മഴ പെയ്യണു. അപ്പൊ നമുക്ക് അതിന്റെ നിഅമത്ത് തിരിച്ചറിയാൻ കഴിയില്ല. ആ നിഅമത്തിന്റെ ക്വാളിറ്റി ഒക്കെ ശരിക്ക് നമ്മൾ ഉൾക്കൊണ്ട് ആഗ്രഹിച്ചു പോയി. അല്ലാഹു മഴ നൽകുമാറാകട്ടെ.
اللهم اسقنا غيثا مغيثا هنيئا مريئا طبقا مجللا اللهم اسقنا الغيث ولا تجعلنا من القانتين تقبل الله. മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ മഹാനായിരിക്കുന്ന ഹാറൂൺ റഷീദ് നമുക്കൊക്കെ സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ വലിയ ദുർവിഷ്ഠയായിരുന്നു. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറഫയിൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയിൽ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ യാത്ര, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. അള്ളാഹുവിന്റെ യാത്ര റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. അറഫയിൽ പഴയ കാലത്തൊക്കെ ചെന്നപ്പോ ഒരു തുള്ളി വെള്ളമില്ലാതെ തോൽപാത്രങ്ങളിൽ തോൽസെഞ്ചുകളിലൊക്കെ വെള്ളം തലയിലേറ്റിട്ടാ പോയിരുന്നത്. ഇപ്പൊ ഇഷ്ടംപോലെ സുഭിക്ഷമായ സൗകര്യങ്ങളാണ്. രാജാവ് രാജ്ഞി വരുമ്പോ എല്ലാ പരിചാരകളും ഒരുപാട് വേലക്കാരും മറ്റൊക്കെ അവർക്കുണ്ട്. അപ്പൊ ഈ പാവങ്ങള് ഒതുണ്ടാക്കാനും കുടിക്കാനൊന്നും വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ ഹാറൂൺ റഷീദിന്റെ ഭാര്യ എത്രയോ നൂറുകണക്കിന് കിലോ കണക്കിന് വെയിറ്റുള്ള സ്വർണം അത് വിറ്റ് അതിന്റെ സമ്പത്ത് മുഴുവനും ഹദിയ ചെയ്ത് അറഫീല് ഐന് സുബൈദ എന്നറിയപ്പെടുന്ന ഒരു കനാല് സുർത്തി മിശ്രിതം, ഒരു പ്രത്യേക ഒരു മിശ്രിതമാണ്. നമ്മുടെ ഈ മുല്ലപ്പെരിയാറൊക്കെ ആ അണക്കെട്ടൊക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു കനാല് രൂപീകരിച്ചത്. അപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ ബാക്കി ശേഷിപ്പുകളൊക്കെ അവിടെ ഉണ്ട്. പോവാനും കാണാനും അല്ലാഹു ധാരാളം തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാനായ ഹാറൂൺ റഷീദ് തന്റെ പ്രിയപ്പെട്ട പരിചാരകരെ കൊത്തുകൊണ്ട് രാജ്യ സദസ്സിലിങ്ങനെ ഇരിക്കുന്ന രാജാവ് ഹാറൂൺ റഷീദ് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഹാറൂൺ റഷീദിന് വല്ലാതെ കുറെ ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കുറെ ടൈം ഇങ്ങനെ നീണ്ടുപോയപ്പോ വെള്ളത്തിന് ദാഹിച്ചു. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് ആ സദസ്സിൽ ഒരു പണ്ഡിതൻ എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു ഹാറൂൺ റഷീദിനോട്, അങ്ങ് ആ വെള്ളം ഇപ്പൊ കുടിക്കാൻ പാടില്ല. ആ വെള്ളം ഇനിയും അങ്ങേക്ക് ധാരാളം സമയമെടുത്ത് ദാഹം വർദ്ധിച്ചു വരുമ്പോ, ദാഹം ഒരുപാട് വർദ്ധിച്ചു വരുമ്പോ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ അയൽ രാജ്യത്തിൽ നിന്ന് ആ വെള്ളം ലഭിക്കുകയുള്ളൂ. ഈ രാജ്യത്തിൽ എവിടെയും വെള്ളമില്ല എങ്കിൽ, ആ അയൽ രാജ്യത്ത് വെള്ളം ലഭിക്കുകയാണെങ്കിൽ അങ്ങ് ആ വെള്ളത്തിന് എന്ത് വില നൽകുന്നു? അല്ലാഹു നൽകുന്ന നിഅമത്ത് നമ്മൾ ചിന്തിക്കണം. ഹാറൂൺ റഷീദ് ഇവിടുന്ന് പറഞ്ഞു, ഞാൻ എന്റെ ഈ രാജ്യത്തിന്റെ പകുതി ഭാഗമ്പോൾ ഞാൻ ആ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ അവർക്ക് തീര് നൽകുമെന്ന് ഹാറൂൺ റഷീദ് പറയുന്നു. ഈ രാജ്യത്തിന്റെ പകുതി ഞാൻ നൽകും. അങ്ങനെ ആ വെള്ളം ഹാറൂൺ റഷീദ് കുടിച്ചോളാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ കുടിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ആ പണ്ഡിതന്റെ ചോദ്യം അല്ലാഹുവിന്റെ നിഅമത്തിലേക്കാണ് ചൂണ്ടുന്നത്. ഇനി ആ വെള്ളം അങ്ങക്ക് പുറന്തള്ളാൻ പറ്റിയില്ല എങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? ദിവസങ്ങളോളം മൂത്രമൊഴിക്കാൻ കഴിയാതിരുന്നാല് എന്തൊരു അസഖ്യമായ വേദന. മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രം പോയില്ലെങ്കിലേ ഉള്ളൂ. ഡയാലിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ് ഒക്കെ എന്താ ചെയ്യണേ? ഡയാലിസ് മെഷീനാണ് അവർക്ക് മൂത്രമൊഴിക്കാൻ സിസ്റ്റം. ആ മൂത്രം ശരീരത്തിൽ നിന്ന് റിയാക്റ്റായി പുറന്തള്ളാണ്. വളരെ പ്രയാസത്തിന്റെ അവസ്ഥ. അവർക്കൊരു മൂത്രമൊഴിക്കാൻ ഒരിറ്റൊക്കെ ചാടിയൊക്കെ ചാടും. 3 ഡയാലിസ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലാഹു ഉടനെ ശിഫ സലാമത്ത് റബ്ബ് നൽകുമാറാകട്ടെ. അപ്പൊ ആ മൂത്രം പോയില്ലെങ്കിൽ അതിന്റെ വിഷമം മനസ്സിലാവണം. നമുക്ക് മൂത്രമൊഴിക്കാൻ വലിയൊരു പ്രയാസം, പോയി പാത്രമല്ലോ. ആ മൂത്രമെങ്ങാനും പുറത്തോട്ട് പോകാതെ അസഹ്യമായ വേദന കൊണ്ട് അങ്ങ് പുറയുന്ന സമയത്ത് അങ്ങേക്ക് പുറന്തള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോ ഈ കുടിച്ച വെള്ളം പുറത്തു പോകാൻ ഒരു വലിയ വൈദ്യന്റെ സഹായമാണ് അങ്ങേക്ക് ലഭിക്കുന്നത്. ആ വൈദ്യനങ്ങ് എന്താണ് പാരിതോഷികമായി കൊണ്ട് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ അങ്ങ് നൽകുക എന്ന് ചോദിച്ചപ്പോ ഹാറൂൺ റഷീദ് അവിടുന്ന് പറഞ്ഞു, എന്റെ രാജ്യത്തിൽ ഞാന് ബാക്കി വെച്ച ഭാഗം കൂടി ആ വൈദ്യന് നൽകുമെന്ന് ഹാറൂൺ റഷീദ് പറയുന്നു. ആ നാട് മുഴുവനും കൊടുക്കാൻ തയ്യാറെത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും അത് പുറന്തള്ളാനും. അപ്പൊ അല്ലാഹു എന്ന അജയ്യമായ ശക്തി
നമുക്ക് ഓരോ സമയത്തും നൽകുന്ന നിഅമത്ത്, അനുഗ്രഹങ്ങള്. ഈ കിഡ്നിയുടെ വിഷയം തന്നെ എടുത്ത് പരിശോധിച്ചാല് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികള് നോക്കാൻ, നിങ്ങള് 1.5 ദിവസം 48 മണിക്കൂർ തികച്ചില്ല, അതിന്റെ അടിയിൽ പോയിട്ട് അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. 4 മണിക്കൂർ പൈസ കൊടുത്ത് വേദന സഹിച്ചവിടെ കിടക്കണം. 4 മണിക്കൂർ ആ ഒരു പ്രവർത്തനം 24 മണിക്കൂറും നമ്മൾ കടന്നെടുക്കണ്ട. നമ്മൾ അറിയണില്ല, നമ്മൾ ഉറങ്ങുന്നു, ഇരിക്കുന്നു, കുടിക്കുന്നു, കുളിക്കുന്നു, ഭക്ഷിക്കുന്നു, സുഖരോഗികളായി ജീവിക്കുമ്പോഴും രാജാതിരാജനായ റബ്ബ് നമ്മുടെ ശരീരത്തിൽ അതൊക്കെ പ്രവർത്തിപ്പിച്ചതില്ല. അപ്പൊ അല്ലാഹു നൽകുന്ന നിഅമത്ത് എത്രമാത്രം അനുഗ്രഹം. ആ റബ്ബിന്റെ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണേ. ഒരു നന്ദിയുള്ള അടിമയാകണേ നമ്മൾ. ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യക്കടലായ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ നോക്കൂ നിങ്ങള്. എത്രയോ മണിക്കൂറുകളോളം രാത്രി ഉറക്കമില്ലാതെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ആയിഷ ബീവി സങ്കടം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അഫലാ അകൂന അബദൻ ശകൂറ യാ ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. അപ്പൊ നമ്മളൊക്കെ എത്രമാത്രം നന്ദി. റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക്, അല്ലാഹു നൽകുന്ന നിഅമത്തിന് ഞാനും നിങ്ങളും എത്രമാത്രം പടച്ച റബ്ബിനോട് കടപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം നമ്മൾ നന്ദി ചെയ്യണം. ഞാൻ നന്ദി ചെയ്യുമ്പോഴോ അപ്പോഴും റബ്ബ് അത് വർദ്ധിപ്പിച്ചു തരണേ നമുക്ക്. തീർച്ചയായും പടച്ച റബ്ബ് നിങ്ങളുടെ റബ്ബിനെ ശുക്ർ ചെയ്യുമ്പോ നമുക്ക് അതൊന്ന് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. സമ്പത്താവട്ടെ, ആഫിയത്താവട്ടെ, പൊതുവായുള്ള മഴ, ഇതൊക്കെ നമുക്ക് നമ്മൾ ചോദിക്കുമ്പോ ശുക്ർ ചെയ്യുമ്പോ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. അല്ലാഹുവിന്റെ നിഅമത്ത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുന്നു. കുറച്ച് മയ്യത്തുകൾ നിസ്കരിക്കാനുണ്ട്. നമ്മുടെ മകന്റെ ഖത്തീബായ സുബൈർ ഫൈസിയുടെ പ്രിയപ്പെട്ട പിതാവ് റഷീദ് ഫൈസി ഒരു നല്ല വാഗ്മിയായിരുന്നു, നല്ലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ അടക്കമുള്ള 9 പേരെ മയ്യത്തുകളാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. എല്ലാവരും സഫായി കൊണ്ട്